തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള AITUC ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏതൊരു മുന്നറിയിപ്പുമില്ലാതെ വാട്ടർ അതോറിറ്റി AXC ഓഫീസിൽ നിന്ന് ജീവനക്കാർ വന്ന് അവിടെ കുടിവെള്ള കണക്ഷൻ കട്ട് ചെയ്യാനുണ്ടായത്. അവിടെ കുറച്ച് കുടിശ്ശികയുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യവും ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ 2 തവണയായി 25,000 രൂപ കുടിശ്ശികയിൽ അടച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി കുറച്ച് കുടിശ്ശികയുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ബന്ധപ്പെട്ട ജീവനക്കാർക്കുണ്ട്, അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ഏതൊന്നുമില്ലാതെ അവിടെ നിത്യവും നൂറുകണക്കിന് തൊഴിലാളികൾ വന്നു പോകുന്ന, തൊഴിലാളി പ്രവർത്തകർ വന്നു പോകുന്ന AITUC ഓഫീസ് ജില്ലയിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളുടെ ഒരു ഓഫീസാണ്. അവിടെ രാത്രി ആളുണ്ട്, പകലും ആളുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് തികച്ചും അന്യായമാണ്. വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു സമീപനം ഏറ്റവും മോശപ്പെട്ട ഒരു സമീപനമാണ് തൊഴിലാളികളുടെ ഒരു ഓഫീസിൽ കുടിവെള്ള കണക്ഷൻ കട്ട് ചെയ്തതിലൂടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ആർക്കാ കടമില്ലാത്തത്? പല സ്ഥാപനങ്ങളിലും പല വ്യവസായ ഓഫീസുകളിലും ഇപ്പൊ കോർപ്പറേറ്റ് മുതലാളിമാരുടെയോ മറ്റു വ്യവസായികളുടെയോ വലിയൊരു സ്ഥാപനത്തിൽ ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശികയുണ്ട്, കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ പോയി ഇവര് ഈ നിലയിലൊരു നിലപാട് സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. ഞങ്ങൾക്ക് അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. കുടിശ്ശിക അടയ്ക്കാൻ തയ്യാറാണ്. അതൊരു തൊഴിലാളി ഓഫീസ് എന്നുള്ള നിലയിൽ വലിയ വരുമാനം എന്നുള്ള ഓഫീസല്ല. തൊഴിലാളികൾ തരുന്ന ചില്ലിക്കാശ് ഉപയോഗിച്ചാണ് ആ ഓഫീസിൽ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ അതൊരു 10 തവണയാക്കി തന്നാൽ നമ്മൾ അടയ്ക്കാൻ തയ്യാറാണ്. നേരത്തെ അടച്ചിട്ടുണ്ട്. നമ്മൾ അടയ്ക്കുമെന്നതിന്റെ തെളിവാണല്ലോ കഴിഞ്ഞ 2 തവണയായി 25,000 രൂപ അടച്ചിട്ടുള്ളത്. അപ്പൊ കുടിശ്ശിക ഉണ്ട്. യഥാർത്ഥം കുടിശ്ശിക അടയ്ക്കാൻ തയ്യാറാണ്. സർക്കാർ തന്നെ കടത്തിലല്ലേ? കേരളത്തിലെ ഗവൺമെന്റ് 3 ലക്ഷം കോടി രൂപ കടബാധ്യതയിലാണ്. ഇന്നത്തെ വാർത്ത എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് 205 ലക്ഷം കോടി രൂപ കടബാധ്യതയിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ കുടിശ്ശികയുടെയും ബാധ്യതയുടെയും പേരിൽ ഇത്തരം സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല. അത് കേരളത്തിന്റെ ജലവിഭവ മന്ത്രി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വാട്ടർ കണക്ഷൻ അടിയന്തരമായി അവിടെ പുനഃസ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടക്കുകയാണ്. അവര് പറയുന്നു അവർ അറിയിപ്പ് കൊടുത്തു, നോട്ടീസ് തന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അറിയിപ്പ് കൊടുത്തതിന്, നോട്ടീസ് കൊടുത്തതിന് കോപ്പി കാണണമല്ലോ. ഇന്നലെ 59,000 ചില്ലുവാൻ രൂപ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞൊരു നോട്ടീസ് തരുന്നു. അപ്പോ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ടാണ് നോട്ടീസ് തന്നത്. കട്ട് ചെയ്തിട്ടാണ് നോട്ടീസ് തന്നത്. അപ്പൊ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ശക്തമായ പ്രതിഷേധം ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ, AITUC എന്നുള്ള നിലയിൽ ഉണ്ട്. തീർച്ചയായും ഞങ്ങൾ ആ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കുരിയാത്തിയിലെ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ ഞങ്ങളിപ്പോ ഇവിടെ ഉള്ളത്. ഇവിടെ തൊഴിലാളികൾ, AITUC പ്രവർത്തകരും ഇതിനൊരു ന്യായമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇനിയിപ്പോ ഇവിടെ കടന്നുവരും. ഈ ഓഫീസിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്നതടക്കമുള്ള ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. AITUC ജില്ലയിലെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ ചിലരൊക്കെ ഇവിടെ ഉണ്ട്. മറ്റുള്ള ആളുകൾ ഇവിടെ വരും. വിവിധ വിഭാഗം തൊഴിലാളികൾ എത്തിച്ചേരും. അതുകൊണ്ടൊരു ന്യായമായ തീരുമാനം അവർ കൈക്കൊണ്ട് അടിയന്തരമായി ഓഫീസിലെ വാട്ടർ കണക്ഷൻ പുനഃസ്ഥാപിക്കണം. അതാണ് ഞങ്ങൾ ആവശ്യമുന്നയിക്കുന്നത്.